പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ സക്സസ് ആയിട്ട് വിജയകരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതും തന്നെ വളരെ വിജയകരമായി ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു റൂട്ട് സ്റ്റോക്കാണ്. ഏകദേശം ഒരു 8 മാസമായ ചെടിയാണത്. ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ഈ റോട്ടിൽ വഴിയിലൊക്കെ മുളച്ച് നിൽക്കുന്ന തൈകളുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. പിന്നീട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാവിൻ്റെ ഒരു ബ്രാഞ്ച്, അതിന് സാധാരണ സയോൺ എന്നാണ് പറയുക. അപ്പം സയോൺ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഈ അഗ്രഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പുതിയ തളിർപ്പ് വരുന്ന ആ ടൈപ്പ് തന്നെ നോക്കി തിരഞ്ഞെടുക്കണം. കരിഞ്ഞ ഭാഗമൊന്നും തിരഞ്ഞെടുക്കരുത്. നമുക്ക് വേണ്ട ഉപകരണങ്ങൾ ഇതൊക്കെയാണ്. സയോൺ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കട്ടർ, പിന്നെ ഒരു കത്തി, നല്ലൊരു ഷാർപ്പായിട്ടുള്ള കത്തി തന്നെ വേണം, 2 കേബിൾ ടൈ, ഗ്രാഫ്റ്റിംഗ് ടാപ്പ്, പിന്നെ നമുക്ക് സാനിറ്റൈസർ. ഈ സയോൺ എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കളയണം. സയോണിലെ തണ്ടിലെ ഈർപ്പം ശരിക്കും അത് ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ വെട്ടി മാറ്റുന്നത്. ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇത് കൂടാണ്ട് നമ്മൾ പിന്നെ ഈർപ്പം നിലനിർത്താനുള്ള വിദ്യകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഇലകൾ കടഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇങ്ങനെ ഇലകളെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാവും. നമ്മൾ കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസുകളൊക്കെ ഈ തുരുമ്പെടുത്തതും മറ്റും ഒന്നും ഉപയോഗിക്കരുത്. ഏറ്റവും നല്ല പുതിയ ടൂൾ തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കൂടാതെ സ്റ്റെറിലൈസ് ചെയ്യുകയും വേണം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന സാനിറ്റൈസറാണ്. അതുപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മാറ്റിവെച്ച റൂട്ട് സ്റ്റോക്കിൻ്റെ തടി നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്തെങ്കിലും നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി കഷ്ണം വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക ആദ്യം. എന്നതിന് ശേഷം നമുക്ക് അത് നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മുറിച്ചിടാം. ഇത് കുറച്ച് നീളത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് കാരണം വെച്ചാൽ നമ്മളെടുത്ത സയന് ചെറുതായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവിൽ നമുക്ക് ആ കിട്ടേണ്ട രീതിയിലുള്ള കണക്കാക്കിയിട്ടാണ് കുറച്ച് നീട്ടി കട്ട് ചെയ്തിരിക്കുന്നത്. ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ തടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് വെച്ചാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലികളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ള ചെളിവും പൊട്ടലൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ഷാർപ്പ് ഷേപ്പാക്കി വയ്ക്കുക. അത് എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുവിൽ കൂടെ ആ കാതൽ ഭാഗത്ത് സെൻറ്റർ, അതായത് തടിയുടെ മധ്യത്തിൽ കൂടെ തന്നെ നമ്മൾ ഏകദേശം 1 ഇഞ്ചോളം അതിനെ പിളർക്കുക കത്തി വെച്ചിട്ട്. ഏകദേശം 1 ഇഞ്ചോളം മതി. അത്ര ആയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ആ അളവിലായിരിക്കണം നമ്മൾ സയോണ് ചെത്തിയെടുക്കേണ്ടത്. സയോണ് വീഡിയോയിൽ കാണുന്ന പോലെ വി ഷേപ്പായിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ അവിടെ പിളർത്തത് ഏകദേശം 1 ഇഞ്ചാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേ അളവിൽ തന്നെ 1 ഇഞ്ച് നീളത്തിൽ സയോണ് കറക്റ്റ് വി ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണാൻ പ്രയാസമാവും. കാര്യം ക്യാമറ ആൾറെഡി അവിടെ സ്ഥാപിച്ചാണ്, അതുകൊണ്ടിട്ട് കാണുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എങ്ങനെയായാലും ശ്രമിക്കുക കട്ട് ചെയ്തതിന് ശേഷം. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ പറ്റും. ഇതേപോലെ നമ്മൾ നേരത്തെ പിളർത്തതിൻ്റെ അതേ ഇതിൽ വി ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ തടിയുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ ഇത് കയറ്റി വിടുന്നത്. പിളർത്തി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഇതേപോലെ ഭംഗിയായിട്ട് ഇറക്കി വയ്ക്കുക. വയ്ക്കുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല. അതിൻ്റെ തൊലിഭാഗം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വി ഷേപ്പിലുള്ള തൊലിഭാഗം ഒന്ന് കറക്റ്റായിട്ട് പുറത്തുമായിട്ട് ജോയിൻ്റായിട്ട് തന്നെ നിൽക്കണം. കാരണം തൊലികൾ തമ്മിലാണ് ഗ്രാഫ്റ്റ് ആകുന്നത്. ഒരിക്കലും തടിമരം
ത്തിലല്ല, ആദ്യം തൊലി വന്ന് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് ഭാഗത്ത് തൊലി, അത് സയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും തൊലികൾ തമ്മിൽ ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഏകദേശം. ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ് ഒരു പ്രത്യേക വിദ്യ. മറ്റു വീഡിയോ ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു 100 mm സ്ലിമ്മായിട്ടുള്ള കേബിൾ ഡൈവി 2 ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനവിടെ ഒന്ന് ടൈറ്റാക്കി വയ്ക്കുകയാണ്. കാര്യം ഇളകി പോകും, കുറച്ച് നീളം കൂടുതലും കൂടെ ഉണ്ട്. ഇപ്പം കാറ്റൊന്നും പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് 2 ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 1 സെൻറ്റിമീറ്റർ ചെയ്തല്ലോ, അതിൻ്റെ 2 ഭാഗത്തായിട്ട് നമ്മൾ 2 കേബിൾ ടൈ ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി ടൈറ്റാക്കി നിർത്തണം. വളരെ സ്ലിമ്മായിട്ടുള്ള കേബിൾ ടൈ ആണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ കേബിൾ ടൈ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ തൊലികൾ തമ്മിലുള്ള അത് ശരിക്കും ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യാറ് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യാറ്. അപ്പോൾ എങ്കിലും അത് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വെച്ച് നമ്മൾ കെട്ടുമ്പോൾ അവിടെ നിന്ന് ഇളകി പോകാൻ സാധ്യത ഉണ്ട് കൂടുതൽ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 100% ഇത് സക്സസ് ആയിട്ട് തന്നെ ഇതിന് തളിർപ്പുകൾ വന്ന് തുടങ്ങുന്നു. അതിനുശേഷം നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉപയോഗിച്ച് ശരിക്ക് കെട്ടിയെടുക്കാവുന്നതാണ്. അത് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉപയോഗിച്ച് നമ്മളിത് പാക്ക് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. അതിൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം കയറാൻ പാടില്ല, പിന്നെ എയർ കയറാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മുറിവ് വളരെ നല്ല രീതിയിൽ സെക്യൂറായിട്ട് തന്നെ നമുക്ക് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ വരിഞ്ഞ് എടുത്ത് വയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം. ഗ്രാഫ്റ്റിംഗ് ടാപ്പ് വെച്ച് കിട്ടിയ ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ്, നമ്മൾ സാധാരണ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബാഗ്, നല്ല വൃത്തിയുള്ള സംഭവം എടുക്കണത്. പിന്നെ അതിനകത്ത് നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയെടുത്തതിന് ശേഷം അതിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് അതിൽ ഈർപ്പം ഉണ്ടാക്കുക. ഈർപ്പം നിറയ്ക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിനെ അടച്ചിട്ട് അടിയിൽ നിന്ന് എയറൊന്നും കയറാത്ത രീതിയിൽ ശരിക്കും ഒരു വാക്യമായിട്ട് തന്നെ നിൽക്കണം അതവിടെ എന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അടിയിൽ നിന്ന് എയറൊന്നും കയറാത്ത രീതിയിൽ കെട്ടി കറക്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനടുത്ത് നമുക്ക് ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. ഇപ്പം മഴ പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിതിനെ തണലത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ തടി ഭാഗം, ഇതിന് മുള വരുന്നത് നോക്കണം. അങ്ങനെ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒഴിവാക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സയോണ് വളരില്ല. അപ്പോൾ ഇത് കുറച്ച് തടിയായതുകൊണ്ട് മിക്കവാറും അവിടെ മുള വരാൻ സാധ്യതയുണ്ട്. അതുകൂടെ ശ്രദ്ധിക്കണം. നമുക്ക് 1-2 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ എപ്പോഴും ഒന്ന് ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത കുറ്റിക്കുരുമുളകാണ്. അതിൻ്റെ സ്റ്റാറ്റസും കൂടി ഒന്ന് കാണാമെന്ന് കരുതി. വരുന്നുണ്ട്, പുതിയ തളിപ്പുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.